ഹലോ, ഐ ആം ഡോക്ടർ തെക്കേടത്ത് മാത്യു. വൈദ്യശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതായത് സഡൻ കാർഡിയാക് ഡെത്ത്, കുഴഞ്ഞു വീണ് മരണം. മാനവികതയുടെ 6000-ലേറെ വർഷങ്ങളുടെ ചരിത്രത്തിൽ കുഴഞ്ഞു വീണ് മരണം ആദ്യമായി രേഖപ്പെടുത്തുന്നത് 1726 ജൂലൈ 24 ദി ട്രാൻസാക്ഷൻസ് ഓഫ് ദ റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് ഓഫ് ലണ്ടൻ എന്ന പബ്ലിക്കേഷനിൽ സർ വില്യം ഹെബർഡൻ ആണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഇങ്ങനെ എഴുതി: ഇങ്ങനെയുമുണ്ട് ഒരു ഹൃദ്രോഗം, അത്ര വിരളമല്ല താനും. അത് വരുമ്പോൾ നെഞ്ചിൻ്റെ അകത്ത് ഒരു ബലൂൺ വീർപ്പിക്കുന്നത് പോലെയുള്ള ഒരു വിമ്മിട്ടം, ശ്വാസം അകത്തേക്ക് കടക്കുന്നില്ല, കഴുത്തിൽ ഒരു കുടുക്ക് മുറുകുന്നത് പോലെ, അപാരമായ നെഞ്ചുവേദന, അമിതമായ വിയർപ്പ്, കണ്ണിൽ ഇരുട്ട് കയറുക, തല ശരിക്ക് നിൽക്കുന്നില്ല, കാല് നിലത്തുറയ്ക്കുന്നില്ല, മരണഭീതി, അപാരമായ രക്ഷയില്ല എന്നുള്ള ഫീലിംഗ്. ഈ ഫീലിങ്ങോടുകൂടി കുറേ നിമിഷങ്ങൾ, 5-10 നിമിഷങ്ങൾ കഴിയുമ്പോൾ അയാൾ കുഴഞ്ഞു വീണ് മരിക്കും. ഇതാണ് വില്യം ഹെബർഡൻ എഴുതിയ ചരിത്രപ്രസിദ്ധമായ സഡൻ കാർഡിയാക് ഡെത്തിൻ്റെ ആദ്യത്തെ ഡിസ്ക്രിപ്ഷൻ. എന്നാൽ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലുള്ള ഏതോ ഒരു പത്രപ്രവർത്തകൻ ഇത്ര പ്രമാദമായ ഈ ക്ലിനിക്കൽ എൻറ്റിറ്റിയെ 3 വാക്കുകളുള്ള ഒരു പദസമുച്ചയത്തിൽ അയാൾ നിർത്തി: കുഴഞ്ഞു വീണ് മരണം. കുഴഞ്ഞു വീണ് മരണം എന്നുള്ള ആ പ്രയോഗം എത്രമാത്രം അർത്ഥഗർഭമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. കുഴഞ്ഞു വീണ് മരിക്കുക. വേറെ മറ്റൊരു ഭാഷയിലും ഇത്ര അർത്ഥഗർഭമായ ഒരു പദപ്രയോഗം ഇല്ല. അതുകൊണ്ട് ഈ ചർച്ചയുടെ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, കേരളത്തിലെ മലയാള സാഹിത്യ അക്കാദമി ഈ പ്രവർത്തകനെ കണ്ടുപിടിച്ച് ഒരു അവാർഡ് നിശ്ചയമായും കൊടുത്തിരിക്കണം. ഓടക്കുഴലോ പുല്ലാങ്കുഴലോ കപ്പിളിക്കുഴലോ എന്തെങ്കിലും ഒരു അവാർഡ് ഇയാൾക്ക് കൊടുക്കണം. ഒത്തിരി അവാർഡുകൾ ഉണ്ടല്ലോ നമ്മളുടെ കീശയിൽ. ഈ കുഴഞ്ഞു വീണ് മരണത്തിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് പരിചയമുള്ള ചില മുഖങ്ങൾ ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ കേരളത്തിലെ അമ്മ, അസോസിയേഷൻ ഓഫ് മൂവി ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് മെമ്പേഴ്സ് വളരെ കുറവാണ്. ഇപ്പോൾ ഏകദേശം 520 മെമ്പേഴ്സാണ് ഉള്ളത്. ഈ സംഘടനയിൽപ്പെട്ട 55 വയസ്സിന് താഴെയുള്ള പെട്ടെന്ന് മരിച്ചുപോയ ചിലരുടെ മുഖങ്ങളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. സ്ലൈഡ് നമ്പർ 1. അരവിന്ദൻ 51ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. പത്മരാജൻ 46ാമത്തെ വയസ്സിൽ കുഴഞ്ഞു വീണ് മരിച്ചു. നീല ലോഹിതദാസ് 55ാമത്തെ വയസ്സിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ഭരതൻ 52ാമത്തെ വയസ്സിൽ കുഴഞ്ഞു വീണ് മരിച്ചു. കൽപ്പന 51ാമത്തെ വയസ്സിൽ വീണു. മുരളി 54ാമത്തെ വയസ്സിൽ വീണു. രതീഷ് 48ാമത്തെ വയസ്സിൽ വീണു. ശ്രീകണ്ഠൻ നായർ, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തായിരുന്നു, 48ാമത്തെ വയസ്സിൽ വീണു. നമ്മുടെ പ്രസിദ്ധനായ മുഹമ്മദ് റാഫി 55ാമത്തെ വയസ്സിൽ വീണു. കിഷോർ കുമാർ 48 വരെ ജീവിച്ചിരുന്നുള്ളൂ. മുഖേഷ് 53-ൽ വീണു. സൈഗാൾ 42-ൽ വീണു. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് എത്രയാണ് ഇതിൻ്റെ ഇൻസിഡൻസിൻ്റെ നിരക്ക് എന്ന് ചോദിച്ചാൽ പറയാൻ പ്രയാസമാണ്. അമേരിക്കയിൽ 10,000-ൽ 6 പേർ ഒരു വർഷം പെട്ടെന്നുള്ള അപകട മരണം കൊണ്ട് വീഴുന്നുണ്ട്. നമ്മളുടെ ഇവിടുത്തെ ഏകദേശം ഒരു കണക്കുകൂട്ടലിൽ 10,000 ആളുള്ള ഒരു സംഘത്തിൽ 12 പേർ ഓരോ വർഷവും കുഴഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനീ കാണിച്ച ഈ അരവിന്ദൻ പോലെയുള്ള ആ കക്ഷികളുടെ അവർക്കാർക്കും തന്നെ ഹൃദ്രോഗമുണ്ടെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഒരു ഡയഗ്നോസിസ് അവർക്കില്ലായിരുന്നു. അവർക്ക് മരുന്ന് കഴിക്കുന്നില്ലായിരുന്നു, സിംറ്റമൊന്നുമില്ലായിരുന്നു. അറിയാതെ ഒരു നിമിഷം കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ വ്യാപ്തി നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെയാണ്. അതുകൊണ്ട് നമ്മൾ സശ്രദ്ധം ഇത് വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചിരിക്കേണ്ടിയിരിക്കുന്നു. കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നുള്ള പദപ്രയോഗം ഒരാൾ നിൽക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോഴോ ക്ലാസ്സിൽ അധ്യാപനം നടത്തുമ്പോഴോ വീഴുമ്പോൾ മാത്രമേ അതിനെ കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്ന് പറയാൻ സാധിക്കുള്ളൂ.
ഒരാൾ കസേരയിൽ ഇരിക്കുമ്പോൾ മരിക്കാം, അതിന് വീണു മരിക്കുന്നു എന്ന് പറയാനൊക്കത്തില്ല. ഒരാൾ ഉറക്കത്തിൽ കിടക്കുമ്പോൾ മരിക്കാം, അതിനും കുഴഞ്ഞു വീണു മരിക്കുന്നു എന്ന് പറയാനൊക്കത്തില്ല. അപ്പോൾ ഈ കുഴഞ്ഞു വീണു മരിക്കുന്നു എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ആ നമ്പേഴ്സ് ആകെയുള്ള സർവത്ര കാർഡിയാക് അറസ്റ്റിൻ്റെ വളരെ ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. ഭൂരിപക്ഷം ആളുകൾ മരിക്കുന്നത് ഉറക്കത്തിലാണ്. അടുത്തതായി ഞാൻ ഒരു ചെറിയ വീഡിയോ കാണിച്ച് നിങ്ങളെ ഈ സഡൻ കാർഡിയാക് ഡെത്തിൻ്റെ സമയത്ത് ഹൃദയത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ വീഡിയോ ഒരു മലയാളം അധ്യാപകൻ്റേതാണ് എന്നിരിക്കട്ടെ. അദ്ദേഹം ക്ലാസ്സിൽ ശാകുന്തളം പഠിപ്പിക്കാൻ കയറിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ കാണുന്നത് ഈ അധ്യാപകൻ്റെ ഹൃദയത്തിലെ ഒരു ആർട്ടറിയുടെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഇടത് ഭാഗത്തു നിന്നും വലത് ഭാഗത്തേക്കാണ് രക്തം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ആർട്ടറിയിൽ ആ മഞ്ഞ നിറത്തിൽ കാണുന്നത് പ്രമാദമായ ഒരു കൊളസ്ട്രോൾ പ്ലാക്കാണ്. ഈ പ്ലാക്ക് ആ ല്യൂമൻ്റെ 70% കീഴടക്കിയിട്ടുണ്ട്. പക്ഷേ 30% തുറന്നു കിടക്കുന്നത് കൊണ്ട് പ്രോക്സിമൽ ഭാഗത്തു നിന്നും രക്തം ഡിസ്റ്റൽ ഭാഗത്തേക്ക് ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ചെസ്റ്റ് പെയിൻ ഇല്ല, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഇല്ല, മറ്റ് യാതൊരു സിംറ്റംസും ഇല്ല. ഈ മഞ്ഞ നിറത്തിലുള്ള ഈ കൊളസ്ട്രോൾ പ്ലാക്കിൻ്റെ ഒരു ക്യാപ്സ്യൂളിൽ ഒരു ദുർബല നിമിഷത്തിൽ ഒരു വിള്ളലുണ്ടാകുമ്പോൾ ഈ പ്ലാക്കിൻ്റെ അകത്തുള്ള ദ്രാവകാവസ്ഥയിലുള്ള കൊളസ്ട്രോൾ രക്തവുമായിട്ട് സന്ധിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഒരു ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഞാൻ ഇനി ഒരു നിമിഷത്തിനകം നിങ്ങളെ കാണിക്കുന്നത്. അവിടെ ഈ എൻഡോത്തീലിയം എന്ന് പറയുന്ന സെൽ അവിടെ ഈ ആർട്ടറിയുടെ ഉൾവശത്ത് പാകിയിരിക്കുന്ന പോലെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അധ്യാപകൻ സന്തോഷവാനാണ്, ശകുന്തളയുടെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ആ പ്ലാക്കിൽ ഒരു വിള്ളലുണ്ടാവും. ശ്രദ്ധിച്ചിരിക്കുക. രക്തം ഇടത്ത് ഭാഗത്തു നിന്നും വലതു ഭാഗത്തേക്ക് ഒഴുകുന്നു. ചെസ്റ്റ് പെയിൻ ഇല്ല, ഒരു പൊട്ടലുണ്ടായി. അവിടുത്തെ ലിക്വിഡ് ആയിട്ടുള്ള കൊളസ്ട്രോൾ രക്തവുമായിട്ട് സന്ധിക്കുന്നു, ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നു, അധ്യാപകന് ശ്വാസം മുട്ടലുണ്ടാകുന്നു, അദ്ദേഹം അപാരമായി വിയർക്കുന്നു, അദ്ദേഹത്തിന് ശ്വാസം കിട്ടുന്നില്ല, അദ്ദേഹത്തിൻ്റെ കാല് നിലത്തുറയ്ക്കുന്നില്ല, കണ്ണിൽ ഇരുട്ട് കയറുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, മരണഭീതി, അദ്ദേഹം കുഴഞ്ഞ് നിലത്ത് വീഴുന്നു. ഈ രക്തയോട്ടം കംപ്ലീറ്റ് ആയിട്ട് നിലച്ചു, ഹൃദയത്തിലെ നോർമൽ സൈനസ് റിതം നിലച്ചു, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എൻസ്യൂ ചെയ്തു, അധ്യാപകൻ നിലത്ത് വീണു, കുട്ടികൾ പകച്ചു നിൽക്കുന്നു, നിമിഷ നേരം കൊണ്ട് അധ്യാപകൻ മരിക്കുന്നു. ഹലോ, എൻ്റെ പ്രസൻറ്റേഷനിൽ പല ഭാഗങ്ങളിലും ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ ഒരാൾ സഡൻ കാർഡിയാക് ഡെത്തായിട്ട് നിലത്ത് വീണാൽ അയാൾ 100% മരിച്ചിരിക്കാനാണ് സാധ്യത. കാരണം അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ചെയ്യുന്ന എമർജൻസി ട്രീറ്റ്മെൻറ്റ് ഇന്ത്യയിൽ കൊടുക്കാൻ വളരെ വളരെ പ്രയാസമാണ്. അമേരിക്കയിൽ ഒരു ടെലിഫോൺ വിളിച്ചാൽ 911 വിളിച്ചാൽ ഒരു ആംബുലൻസ് നിങ്ങളുടെ പടിക്കൽ 9 മിനിറ്റിനകം വന്നിരിക്കും. 9 മിനിറ്റിനകം. നിങ്ങളുടെ വീട്ടിൽ ഫയർ ഉണ്ടായി ഒരു ടെലിഫോൺ വിളിച്ചാൽ ഒരു ഫയർ ട്രക്ക് നിങ്ങളുടെ വീട്ടിൽ 5 മിനിറ്റിനകം വന്നിരിക്കും. അതിൻ്റെ പിന്നിലെ ശാസ്ത്രമല്ല, അതിൻ്റെ പിന്നിലെ കഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ സമ്പന്നമായ അപാരമായ സ്വത്തുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. 340 മില്യൺ ആൾക്കാരുള്ള അമേരിക്കയുടെ GDP $30 ട്രില്യൺ ആണ്. 1400 മില്യൺ ആൾക്കാരുള്ള ഇന്ത്യയുടെ GDP 3.8 ട്രില്യനാണ്. 30 വേഴ്സസ് 3.8. അമേരിക്കയിൽ അവരുടെ GDPയുടെ 17% ഹെൽത്ത് കെയറിന് വേണ്ടി മാറ്റിവെക്കുന്നു. ഇന്ത്യയിൽ നമ്മുടെ GDPയുടെ, അതായത് നമ്മുടെ നിസ്സാരമായ GDPയുടെ 1.8% ഹെൽത്ത് കെയറിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അമേരിക്കയിൽ ഒരു വ്യക്തിയുടെ ഹെൽത്ത് കെയറിന് വേണ്ടി അവിടുത്തെ ഗവൺമെൻറ് $14,000 ചെലവാക്കുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഇവിടുത്തെ ഒരാളുടെ ഹെൽത്ത് എക്സ്പെൻസിന് വേണ്ടി $60 ചെലവാക്കുന്നത്.
അമേരിക്കയിലെ ഒരു വ്യക്തിയുടെ വാർഷിക വരുമാനം $89,000 ആണെങ്കിൽ ഇന്ത്യയിൽ ഒരാളുടെ വാർഷിക വരുമാനം കേവലം $2020 ആണ്. അതുപോലെയുള്ള വ്യത്യാസങ്ങൾ അനവധി ഉണ്ടാവും. അപ്പോൾ അവിടെ കിട്ടുന്ന ആ എമർജൻസി ട്രീറ്റ്മെൻറ്റ് ഇവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ യുഗങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അത് പറയുന്നത് ദുഃഖകരമാണ്, പക്ഷേ അതാണ് സത്യം. കാർഡിയാക് അറസ്റ്റ് കൊണ്ട് ഒരു മനുഷ്യൻ വീണാൽ ഉടനെ തന്നെ CPR തുടങ്ങണം. CPR നമ്മുടെ സമൂഹത്തിൽ എത്ര പേർക്ക് നന്നായിട്ട് അറിയാം എന്നെനിക്കൊരു നിശ്ചയമില്ല. ഹൈസ്കൂളിലും കോളേജിലും ഒക്കെ CPR പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ഹൈസ്കൂളിലും കോളേജിലും ഒക്കെ ഒരു അധ്യാപകൻ വീണാൽ പെട്ടെന്ന് കുട്ടികൾ വന്ന് CPR ചെയ്ത് അയാളെ രക്ഷപ്പെടുത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ചെയ്യേണ്ടത് ഇതാണ്: ഒരാൾ നിലത്ത് വീണാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് CPR ചെയ്യുക. CPR എന്ന് പറയുമ്പോൾ നെഞ്ചത്ത് 1 മിനിറ്റിൽ 100 പ്രാവശ്യം വെച്ച് അമർത്തി ഹൃദയത്തിൽ നിന്നും രക്തം ബ്രെയിനിലേക്ക് കടത്തിവിടുന്ന ആ പ്രക്രിയയാണ് CPR. ഈ CPR ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിഫിബ്രിലേറ്റർ എന്ന യന്ത്രം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ ഡിഫിബ്രിലേറ്റർ ചില ആശുപത്രികളൊക്കെ ഉണ്ട്, ചില കോർപ്പറേറ്റ് ഓഫീസുകളിലൊക്കെ കാണും. പക്ഷേ സാധാരണക്കാരനായ നിങ്ങളും ഞാനും ഒക്കെ വീണ് കഴിഞ്ഞാൽ ഈ ഡിഫിബ്രിലേറ്റർ അവിടെ എങ്ങും ഇല്ല. അപ്പോൾ ഇയാളെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഡിഫിബ്രിലേറ്ററിൽ മാത്രമേ സാധിക്കൂ. അതായത് ഒരാൾ വീണാൽ CPR തുടങ്ങി, CPR എത്ര മിനിറ്റ് വേണമെങ്കിലും കൊണ്ടുപോകാം. പക്ഷെ അവൻ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവന് ഡിഫിബ്രിലേറ്റർ വെച്ച് അവൻ്റെ റിതം മാറ്റണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ നോർമൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പ് ടിഡം 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 എന്നാണ്. ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ അത് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ആയിട്ട് മാറും. അത് ഏകദേശം ഇങ്ങനെയാണ്: ടിഡം 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 അങ്ങനെ കടകടകടാൻ അടിക്കുന്ന ആ സമയത്ത് ഹൃദയത്തിൽ നിന്നും ബ്രെയിനിലേക്കുള്ള രക്തപ്രവാഹം നിൽക്കും. അതുകൊണ്ടാണ് CPR ചെയ്യുന്നത്. CPR ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ തേപ്പ് പട്ടിയുടെ മുഴുപ്പുള്ള ഒരു ഡിഫിബ്രിലേറ്റർ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു ഇലക്ട്രോഡ് നെഞ്ചിൻ്റെ മുൻവശത്തും മറ്റേ ഇലക്ട്രോഡ് നെഞ്ചിൻ്റെ പിൻവശത്തും വച്ചിട്ട് ഇയാളുടെ റിതം വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ആണെന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷം ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു DC കറണ്ട് ഇയാളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ട് ആ ഫിബ്രിലേറ്ററി വേവ്സിനെ തൽക്ഷണം നിർത്തും. അപ്പോൾ നമ്മുടെ നോർമൽ സൈനസ് റിതം വീണ്ടും റീഗെയിൻ ചെയ്യും. അത് ഞാൻ ആനിമേറ്റ് ചെയ്യാൻ ഏകദേശം ഇങ്ങനെ ഇരിക്കും: ടിഡം 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 ടക 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 ഡും ടിഡം ടിഡം ടിഡം. അപ്പോൾ ഞാൻ ആ കാണിച്ച ആനിമേഷനിൽ ആദ്യത്തെ ഭാഗം അയാളുടെ നോർമൽ ബീറ്റുകളാണ്, രണ്ടാമത്തത് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ആണ്, ആ ടിഡം എന്ന് കാണിച്ചത് ഡിഫിബ്രിലേറ്റ് ചെയ്യുന്നതാണ്. ഡിഫിബ്രിലേറ്റ് ചെയ്യുമ്പോൾ ആ ഫിബ്രിലേഷൻ വീണ്ടും നോർമൽ സൈനസ് റിതത്തിലേക്ക് മാറും. ഇത് വെറും പ്രാഥമികമായിട്ടുള്ള ചികിത്സയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇയാളെ വളരെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് കയറ്റി ആശുപത്രി കൊണ്ടുപോയി കഴിയുന്നതും വേഗം ആൻജിയോഗ്രാം ചെയ്ത് പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിന് ആൻജിയോപ്ലാസ്റ്റും സ്റ്റെൻറ്റും ഒക്കെ ചെയ്യണം. അമേരിക്കയിൽ ഇങ്ങനെ ഒരാൾ വീട്ടിൽ കാർഡിയാക് അറസ്റ്റായിട്ട് വീണാൽ ആശുപത്രി ചെല്ലാനുള്ള സമയം ഒരു 30 മിനിറ്റ് ആണ് എന്നിരിക്കട്ടെ, അത് ദീർഘമാണ്. ആശുപത്രി ചെന്നാൽ ഇവൻ്റെ ഡോർ ടു നീഡിൽ ടൈം, അതായത് ഇവൻ ആ ആശുപത്രിയുടെ വാതിൽക്കൽ ചെല്ലുന്നത് മുതൽ ഇവൻ്റെ കയ്യിൽ നീഡിൽ വയ്ക്കുന്നതിൻ്റെ സമയം 30 മിനിറ്റിന് താഴെയാണ്. അവൻ്റെ 15 മിനിറ്റിന് താഴെയാണ്. അവൻ്റെ ആർട്ടറി ഓപ്പൺ ചെയ്യുന്നത് 30 മിനിറ്റിനാവും. അപ്പോൾ അത്രയ്ക്ക് സങ്കീർണമായിട്ടുള്ളതും അത്ര ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ഹെൽത്ത് സിസ്റ്റം ഉണ്ടെങ്കിലേ കാർഡിയാക് അറസ്റ്റിൻ്റെ അതിൻ്റെ വിക്ടിംസിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നാം ഇനിയും വളരെ 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 മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അമേരിക്കയെ നോക്കി നമുക്ക് എന്തൊക്കെ വേണമെങ്കിലുമൊക്കെ പറയാം, പറയാം. പക്ഷേ അവിടെ നടക്കുന്ന ഈ സംഭവങ്ങളുടെ മുന്നിലുള്ള അപാരമായ പ്ലാനിങ്, അപാരമായ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഇന്ത്യക്ക് ഈ യുഗത്തിലോ അടുത്ത യുഗത്തിലോ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും വരാതിരിക്കാനുള്ള നോട്ടങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനെപ്പറ്റി ഞാൻ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോ ടേപ്പിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അത് വീണ്ടും കാണുക.
ഗുഡ് ലക്ക്. താങ്ക് യു.